ഓക്കെ, ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ഗ്രൂപ്പ് സി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നേരത്തെ പാർട്ട് എ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇത് പാർട്ട് ബിൻ്റെ മോഡ്യൂൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാമേ. 2 spheres of weight 2000 Newton and 2500 Newton and radius 50 centimeter and 80 centimeter rest in a horizontal channel of width 250 centimeter as shown in the figure. Find the reactions on the point of contact A, B and C. അപ്പോൾ നമുക്ക് പടം തന്നിട്ടുണ്ട്, അത് കൊള്ളാം, അല്ലെങ്കിൽ നമ്മളല്ല പടം വരയ്ക്കേണ്ടത്, പടം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്പിയർ ഉണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് ഒരു സ്പിയറിൽ 50യും മറ്റൊരു ഇത് 80 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ വെയ്റ്റും തന്നിട്ടുണ്ട്. ബോക്സിൻ്റെ ആ ചാനലിൻ്റെ വിത്തും തന്നിട്ടുണ്ട്. നമ്മൾ ഏതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ട? പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിലുള്ള റിയാക്ഷൻസ്, അതായത് ഇവിടെ എ, ബി, സി, ഈ 3 പോയിന്റിലുള്ള റിയാക്ഷൻസ് എന്താണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം വരുവാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, വാട്ട് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം? നമ്മൾ ഫോഴ്സസ് മാത്രം ഉള്ളത് വെച്ചിട്ട് വരയ്ക്കുന്ന പടമാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിലിണ്ടർ എടുത്തോ. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ലോവർ സിലിണ്ടർ, അപ്പർ സിലിണ്ടറിന് എടുക്കാം. അപ്പോൾ ഈ ലോവർ സിലിണ്ടറിനകത്ത് എവിടെയൊക്കെ റിയാക്ഷൻസ് വരുന്നത്? എ പോയിന്റിൽ റിയാക്ഷൻ വരും, ബി പോയിന്റിൽ ഒരു റിയാക്ഷൻ വരും, പിന്നെ നമ്മുടെ വെയിറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ കോൺടാക്റ്റ് ആകുന്നില്ലേ 2 സ്പിയർ, അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിന് ഒരു പേര് കൊടുക്കുക, R1, R2, R3. ഓക്കെ, ഇത് അപ്പർ സിലിണ്ടർ ആണ്. അപ്പർ സിലിണ്ടറിനകത്ത് ഇവിടെ ഈ പോയിന്റിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഈ 2 സ്പിയറും കോൺടാക്റ്റ് ചെയ്യുന്ന ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, പ്ലസ് ഇതിൻ്റെ വെയിറ്റ്. ഇത്രയേ ഉള്ളൂ ഫോഴ്സസ്. ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഈ 2 ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ അൺനോൺ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. അതായത് R1, R2, R3, R4 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏത് സിലിണ്ടറാണ് ആദ്യം എടുക്കേണ്ടത് എന്നാൽ നമുക്ക് ഈ അൺനോൺസ് കിട്ടുമെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ലോവർ സിലിണ്ടറാണോ എടുക്കേണ്ടത്, അപ്പർ സിലിണ്ടറാണോ എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിക്കോ. ഇതിനകത്ത് നമുക്ക് 2000 മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് 3 അൺനോൺസാണ് ഉള്ളത്. ഓക്കെ, R1, R2, R3 3 അൺനോൺസാണ് ഉള്ളത് അല്ലേ. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ, ഒരു നോൺ വാല്യൂവും 2 അൺനോൺസാണ് ഉള്ളത്. നമ്മൾ ഏതാ ചെയ്യാൻ പോകുന്നത്? സം ഓഫ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഈ 2 ഇക്വേഷനാണ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? റിയാക്ഷൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. സ്പിയറാണ് ആദ്യം എടുക്കേണ്ടത് എന്നാൽ നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ കിട്ടും എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണും. ഏതാണ്? അപ്പർ സിലിണ്ടർ, അപ്പർ സ്പിയർ എടുക്കുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഇതും മാത്രമല്ലേ വരത്തുള്ളൂ. അപ്പർ സമ്മേഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ R3യും 2500 മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഇത് എടുക്കുമ്പോൾ സമ്മേഷൻ ഓഫ് H ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇത് വരും, ഇതും വരും. സമ്മേഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, 3 എണ്ണം വരും. അപ്പം നമുക്ക് പെട്ടെന്ന് വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഏതിലെയാ നമുക്ക് റിയാക്ഷൻസ് അൺനോൺ വാല്യൂസ് കുറച്ച് ഉള്ളത് ഈ ഈക്വേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള സ്പിയറാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത്? അപ്പർ സ്പിയർ ആദ്യം എടുക്കാം. ഓക്കെ, ഇപ്പോൾ സമ്മേഷൻ ഓഫ് H ഇസ് ഈക്വൽ ടു 0 കണ്ടീഷനും സമ്മേഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുക. സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഇസ് ഈക്വൽ ടു 0 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ R3 ഹൊറിസോണ്ടലിലോട്ട് നമ്മൾ ചെയ്യുക, റിസോൾവ് ചെയ്യുക. അപ്പോൾ R3 ഇതിന് അടുത്തായതുകൊണ്ട്, തീറ്റ അടുത്തായതുകൊണ്ട്, അഡ്ജസൻറ്റ് ആയതുകൊണ്ട് കോസ് തീറ്റ. ഈ തീറ്റയ്ക്ക് R3 ഓപ്പോസിറ്റ് ആണെങ്കിൽ സൈൻ തീറ്റ. അത് ഓർക്കാമല്ലോ. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്പം ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് നമ്മുടെ ഫോഴ്സിന് വെച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ R3. ഓക്കെ, ഈ വാല്യൂ
അഡ്ജസൻറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തീറ്റാനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ R3 വാല്യൂ. നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് റിസോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ തീറ്റയ്ക്ക് ഈ ലൈൻ ഏതാണ്? അഡ്ജസൻറ്റ് ലൈനാണ്. അതുകൊണ്ടാണ് കാസ് തീറ്റ. അപ്പോൾ R3 കാസ് തീറ്റ ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ എന്തുവാ? R4 ആണ്. ബട്ട് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് അപ്പുറത്തെ സൈഡ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R3 കാസ് തീറ്റ ഇസ് ഈക്വൽ ടു R4. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ എഴുതാം. ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ R3 കാസ് തീറ്റ മൈനസ് R4 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ മൈനസ് ഇവിടെ അല്ലേ, അത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവായിട്ട് പോകും. അതാണ് ഇവിടെ. ഓക്കെ, സമ്മേഷൻ ഓഫ് V ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇത് വെർട്ടിക്കലായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുക. അപ്പോൾ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ R3ൻ്റെ ആംഗിൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ R3 അല്ലേ. ഇത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ തീറ്റയ്ക്ക് ഈ ലൈൻ ഏതാ? ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് സൈൻ തീറ്റ. ഓക്കെ, R3 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, ഇത് അപ്പാണ്, അതുകൊണ്ട് ഇസ് ഈക്വൽ ടു 2500. ഇപ്പം നമുക്ക് തീറ്റ അറിയാമോ? തീറ്റ അറിയത്തില്ല. അപ്പോൾ തീറ്റ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കാം, വരയ്ക്കാം. ഇത് O1, ഇത് O2. അപ്പോൾ ഇത് രണ്ട് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഡീന് നമ്മൾ എടുത്തു. ഓക്കെ, ഇത് O1 O2 അത് രണ്ടും സ്പിയറിൻ്റെ സെൻറ്ററാണ്. പിന്നെ അത് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈനും ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈനും നമ്മൾ ഒരു പോയിന്റ് വെച്ചു, അത് ഡീന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ. അപ്പോൾ ഈ തീറ്റയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ തീറ്റ ചെയ്യണമെങ്കിൽ ഏതാണ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനുള്ളത്? ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാം. ബിക്കോസ് നമുക്ക് ഇതിൻ്റെ റേഡിയസ് അറിയാം, ഇതിൻ്റെ റേഡിയസ് അറിയാം അല്ലേ. അപ്പം 50 + 80 അതാണ് 130. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ചാനലിൻ്റെ വിത്ത് തന്നിട്ടില്ലേ 250. പിന്നെ ഈ പോർഷൻ ഏതാ? റേഡിയസ് ആണ്. ഈ പോർഷൻ ഏതാ? റേഡിയസ് ആണ്. അപ്പോൾ 250 മൈനസ് 50 മൈനസ് 80, അപ്പോൾ 120 കിട്ടത്തില്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് O1D എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് 120 ആണ്. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്, ഹൈപ്പോടെന്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് തീറ്റ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ആ തീറ്റാൻ്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് R4ഉം R3യും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത് അപ്പർ സ്പിയർ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലോവർ സ്പിയർ എടുക്കുക. ലോവർ സ്പിയറിനകത്ത് നമുക്ക് ഇതുണ്ടല്ലോ, ഡയഗ്രാം ഉണ്ടല്ലോ. അതിനകത്ത് സമ്മേഷൻ ഓഫ് H ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് V ഇസ് ഈക്വൽ ടു 0 കണ്ടീഷൻസ് എഴുതുക. എന്തൊക്കെയാണ് വരുന്നത്? സമ്മേഷൻ ഓഫ് H ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ R1 വരും അല്ലേ. പിന്നെ R3 നമ്മൾ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുന്നത് വരും. അപ്പോൾ R1 ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവിന് എടുത്തത് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ R1 മൈനസ് R3 കാസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. തീറ്റൻ്റെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1 കിട്ടി. ഓക്കെ, പിന്നെ സമ്മേഷൻ ഓഫ് V ഇസ് ഈക്വൽ ടു 0. V എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 2000 ന്യൂട്ടൺ വരും. പിന്നെ R3 റിസോൾവ് ചെയ്യുന്ന വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുന്നത് വരും. പിന്നെ R2 വരും. ഇത് രണ്ടും ഡൗൺവേർഡ് ആണ്, ഇത് അപ്വേർഡ് ആണ്. ഇപ്പോൾ ഡൗൺവേർഡ് പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് നെഗറ്റീവായിട്ട് എടുക്കണം. ഞാൻ ഇതിനകത്ത് വെച്ച് ചെഞ്ചിരിക്കുന്നത് അപ്വേർഡ് പോസിറ്റീവിനായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. R2 മൈനസ് 2000 മൈനസ് R3 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺവേർഡ് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്? 2000 മൈനസ് ഡൗൺവേർഡ് പോസിറ്റീവാണ്, അപ്പോൾ പ്ലസ് R3 സൈൻ തീറ്റ മൈനസ് R2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ R2 അപ്പുറത്തെ സൈഡ് പോവും. അപ്പോൾ പിന്നെയും നമുക്ക് ആ സെയിം ഇക്വേഷൻ അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ഈ R2 ഇസ് ഈക്വൽ ടു 2000 പ്ലസ് 6500 സൈൻ തീറ്റ അതല്ലേ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. R2 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ഏതാ എടുക്കണമെന്ന് വെച്ചാൽ അത് തെളിവായിട്ട് കൺഫ്യൂസ് ഇല്ലാതെ ചെയ്താൽ മതി. അപ്പോൾ R2 R1 കിട്ടി. അപ്പോൾ അവസാനം നിങ്ങളുടെ റിസൾട്ട് എല്ലാം.
അടുത്ത പ്രോബ്ലം, എ ബീം 20 meter long is hinged at A, okay, and simply supported over a smooth surface inclined at 30 degree, okay, to the horizontal at B. The beam is located as shown in the figure. Determine the reaction at the supports A and B. അപ്പോൾ എ ബിനകത്ത് ഉള്ള റിയാക്ഷൻസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, ആ ബീമിൻ്റെ ലെങ്ത് 20 മീറ്ററിന് തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് ഡയഗ്രാമിനകത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ബി സപ്പോർട്ട് ഇറ്റ്സ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രിനും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റിയാക്ഷനും ഇങ്ങനെയായിരിക്കും, ആർ ബി ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആർ എ ഇങ്ങനെയായിരിക്കും, വെർട്ടിക്കലായിട്ടിരിക്കും. ആർ ബി ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട്, ഹിഞ്ച്ഡ് ആയതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും. ഇവിടെ ഏതാ, റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ കാണത്തില്ല, നമ്മുടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നത് അങ്ങനെ നമ്മൾ വരച്ചു. അപ്പം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ യു ഡി എൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റി. ഈ യു ഡി എൽ പോയിന്റ് ലോഡായിട്ട് എങ്ങനെ മാറ്റണം ഒന്ന് നോക്കിക്കേ. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് ഏതാ, 5 മീറ്റർ ആണ് അല്ലേ. അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ പറയുമ്പോൾ ഏതാണ് നമുക്ക് പറയുന്നത്, ഇവിടെ നിന്ന് 2.5 മീറ്റർ ആണ്. ഓക്കെ, ഇത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 2.5 മീറ്റർ 2.5 മീറ്റർ. അവിടെയാണ് നമ്മുടെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഈ യു ഡി എൽ നമ്മൾ പോയിന്റ് ലോഡായിട്ട് മാറ്റി ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലോഡ് മാറത്തില്ലേ, ഒരു മീറ്ററിന് 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ 5 മീറ്ററിന് എങ്ങനെയായിരിക്കും, 10 × 5 അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഈക്വിലിബ്രിയം കണ്ടീഷൻ, സമ്മേഷൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0, മൊമെൻറ്റ് അബൌട്ട് ദ പോയിന്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ സമ്മേഷൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡ് പോകുന്നത് പോസിറ്റീവായിട്ടും ഇപ്പുറത്തെ സൈഡ് ഉള്ളത് നെഗറ്റീവായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ സൈൻ കൺവെൻഷൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാ, ആർ എ എച്ച് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ആർ എ എച്ച്, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, ആർ എ എച്ച് വരും, പിന്നെ ഈ ഇൻക്ലൈൻഡിൻ്റെ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുന്നത് വരും, പിന്നെ ആർ ബി ഇൻക്ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ റിസോൾവ് ചെയ്യുന്നതും വരും അല്ലേ. അപ്പോൾ ആർ എ എച്ച് ഡയറക്റ്റായിട്ട് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് അത് പ്രശ്നമല്ല, അതങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഈ 60 ഹൊറിസോണ്ടലായിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് ആയതുകൊണ്ട് കോസ് 30 ഡിഗ്രി. ഓക്കെ, 30 ന്യൂട്ടൺ ഇൻറ്റു കോസ് 60. ഓക്കെ, പിന്നെ ആർ ബി ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് മൈനസ് ആർ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ബിക്കോസ് ഒന്ന് നോക്കിക്കോ, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലൈൻ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്. അപ്പോൾ ഇത് നമ്മുടെ ആംഗിളിന് ഏതാണ്, ഓപ്പോസിറ്റ് സൈഡാണോ അഡ്ജസൻറ്റ് സൈഡാണോ എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് ഇവിടെ, അപ്പോൾ ഇവിടെ തീറ്റയാണ്. അപ്പോൾ ഈ തീറ്റയ്ക്ക് ഈ ലൈൻ ഏതാണ്, ഓപ്പോസിറ്റ് സൈഡാണ്, അതുകൊണ്ട് സൈൻ 30. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ടേക്ക് ദാറ്റ് ആസ് എ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത് സമ്മേഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്വേർഡ് ഏതൊക്കെയാണ് ഫോഴ്സസ് വരുന്നത്, ആർ എ വി വരും, 120 ന്യൂട്ടൺ വരും, 50 ന്യൂട്ടൺ വരും, 60 ന്യൂട്ടൺ റിസോൾവ് ചെയ്യുന്ന വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുന്നത് വരും, 30 ന്യൂട്ടൺ റിസോൾവ് ചെയ്യുന്നത് വരും, ആർ ബി റിസോൾവ് ചെയ്യുന്നത് വരും. അപ്പോൾ ആർ എ ഇൻ വെർട്ടിക്കൽ റിയാക്ഷൻ അത് സ്ട്രെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അപ്വേർഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അതങ്ങനെ തന്നെ എഴുതി. ഓക്കെ, 120 ഡൗൺ ആണ്, 50 ഡൗൺ ആണ്, അതുകൊണ്ട് -120 -50 എഴുതി. പിന്നെ 60യും 30യും ഡൗൺ ആയതുകൊണ്ട് -60 -30. പിന്നെ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ അത് റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആംഗിൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ആംഗിളിന് ഈ ലൈൻ ഏതാ, ഓപ്പോസിറ്റ് സൈഡാണ്, അതുകൊണ്ട് സൈൻ 30 സൈൻ 60.
മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത് ഈ ആർ ബി വെർട്ടിക്കലായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലൈൻ ഇങ്ങനെ വന്നു, ഈ തീറ്റ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡാണ്, അതുകൊണ്ട് ആർ ബി കാസ് 30. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഈ റിസോൾവ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം, ഒന്നും പേടിക്കരുത് കേട്ടോ. അപ്പോൾ ആർ ബി കാസ് 30 ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്തുവാ? മൊമെൻറ്റ് അബൌട്ട് എ പോയിന്റ്. ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം, അബൌട്ട് പി എടുക്കാം, അബൌട്ട് എ എടുക്കാം. നമ്മളിവിടെ ഏതാണ് എടുത്തിരിക്കുന്നത്? മൊമെൻറ്റ് അബൌട്ട് എന്നാണ് എടുത്തിരിക്കുന്നത്. ഈ എന്നകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സൈൻ കൺവെൻഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പോയിന്റിലെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, എ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് എല്ലാം എന്ത്? ഇങ്ങനത്തെ, അതായത് നിങ്ങൾ റിസോൾവ് ചെയ്യും, നിങ്ങൾ മൊമെൻ്റ് എടുക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ വരുവാണെങ്കിൽ പോസിറ്റീവിന് എടുക്കുക, ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിന് ഈ ഒരു ഡയറക്ഷനിൽ വരുവാണെങ്കിൽ നെഗറ്റീവിന് എടുക്കുക. അത് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവിനായിട്ട് എടുത്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിന് ഇവിടെ വരുന്നത് എന്തുവാ? ആർ ബി ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, മൊമെൻ്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്തൊക്കെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അതപ്പോൾ ഇവിടെ റിയാക്ഷൻ ആണ് ബി പോയിന്റിൽ നിന്ന് എയിലുള്ള മൊമെൻറ്റ്. അപ്പോൾ ആർ ബി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ്, അപ്പോൾ ആർ ബി ഇൻറ്റു 20. ഓക്കെ, മൈനസ് 120 ഇൻറ്റു 4. 120 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ, അതുകൊണ്ടാണ് മൈനസ്. 120 ഇൻറ്റു 4 50 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 4 + 2 + 2.5, അതാണ് 8.5. ഈ എ പോയിന്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടി പോകും. പിന്നെ 60 ന്യൂട്ടൺ അത് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 4 + 2 + 2.5 + 2.5 + 2 ആണ്, അപ്പോൾ 30. ഓക്കെ, അപ്പോൾ പിന്നെ 30 ന്യൂട്ടൺ റിസോൾവ് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തിട്ടുള്ള ഇതുവരെ ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 4 + 2 + 5 + 2 + 4 ആണ്, 17 = 0. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആർ ബി കിട്ടും. അപ്പോൾ ഒരു വാല്യൂ കിട്ടിയാൽ അടുത്ത വാല്യൂ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ ആർ ബിൻ്റെ വാല്യൂ എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം, ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ ബി വാല്യൂ എടുത്ത് ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആർ എ ബി നമുക്ക് പോസിറ്റീവായിട്ടാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തുവാ? ഈ റിയാക്ഷൻ ഇസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്തത് കറക്റ്റാണ്, ഇറ്റ്സ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ ഇതിനകത്ത് ആർ എ ഹൊറിസോണ്ടൽ വാല്യൂ നമുക്ക് ഏതാണ്? -23.543 ന്യൂട്ടൺ ആണ്. ഈ മൈനസ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈൻ കൺവെൻഷൻ എന്താ? നമ്മൾ പോസിറ്റീവായിട്ട് ഏതാ എടുത്തിരിക്കുന്നത്? മൈനസ് എന്ന് വെച്ചാൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ അത് മാത്രമേ എഴുതിയാൽ മതി. ഓക്കെ, ഈ മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്ഷൻ ഇസ് ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ടുവേർഡ്സ് റൈറ്റ് അല്ല, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലൈൻ ഇതാണ്. ഓക്കെ, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ. അത്രയേ ഉള്ളൂ, നിങ്ങൾ അത് മാത്രം അങ്ങനെ എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, എ സ്റ്റീൽ ലാഡർ ഓഫ് 10 meter length and weighing 800 Newton is placed against a vertical wall in a construction site. The ladder is inclined 30 degrees to the vertical. A mazdoor weighing 75 kg is carrying a brick of weight 50 kg on his head. Okay, on his head, and he is climbing the ladder. At what position will he induce slipping? Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ലാഡർ. ആ ലാഡറിൻ്റെ വെയിറ്റ് 800 ന്യൂട്ടൺ ആണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് 10 മീറ്റർ ആണ്. ഓക്കെ, 10 മീറ്റർ തന്നിട്ടുണ്ട്. അത് ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളും അവർ തന്നിട്ടുണ്ട്. ഈ ഒരു മനുഷ്യൻ അവിടെ കയറുക, അവന് വെയിറ്റ് എടുത്തേക്കുവാണ്. വെയിറ്റ് 50 kg ആണ്, മാനിൻ്റെ വെയിറ്റ് 750 kg ആണ്.
അപ്പോൾ ഏത് പോയിന്റിലാണ് അവൻ സ്ലിപ്പ് ആകാൻ സാധ്യത ഉള്ളത് ആ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സിൻ്റെ പോയിൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ആദ്യം ഏതാ ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഫോഴ്സസും വെയ്റ്റും മാത്രമുള്ള ഒരു ഡയഗ്രാമാണ്. റിയാക്ഷൻസും ഫോഴ്സസും വെയ്റ്റും ഉള്ളത് മാത്രം വെച്ച് വരയ്ക്കുന്ന ഡയഗ്രാമാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ, ഇത് നമ്മുടെ വാളാണ്, ഇത് നമ്മുടെ ലാഡറാണ്. ഈ ലാഡറിൻ്റെ വെയ്റ്റ് 800 ന്യൂട്ടൺ നമ്മൾ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതിന് ഒരു പോയിന്റ് കൊടുത്തു ബിന്ന്, ഇവിടെ എന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഈ ലാഡർ ഈ ഫ്ലോറിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ കിട്ടും. ഓക്കെ, റിയാക്ഷൻ ഓഫ് ദ ഫ്ലോർ, അതാണ് RF. ഈ ലാഡർ വാളിൽ ടച്ച് ആകുന്നത് കൊണ്ട് അവിടെ ഒരു റിയാക്ഷൻ വരും, അതാണ് RW, റിയാക്ഷൻ ഇൻ ദ വാൾ, RW. ഓക്കെ, അപ്പോൾ ഇതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് വരത്തില്ലേ, അതാണ് മ്യൂ ഇൻറ്റു R. ഓക്കെ, മ്യൂ ഇൻറ്റു R, മ്യൂ എഫ് ഇൻറ്റു RF, മ്യൂ എഫ് ഇൻറ്റു RF. എന്തുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ഇട്ടിരിക്കുന്നത്? ഓക്കെ, ഈ ലാഡർ താഴോട്ട് വീഴുന്ന എങ്ങനെ പോകുന്നത്? ഇത് പുറകോട്ട് പോകും, ഇത് താഴോട്ട് വരും അല്ലേ? ഇത് പുറകോട്ട് പോകും, എ പോയിന്റ് ഇങ്ങോട്ട് പോകും, ബി പോയിന്റ് താഴോട്ട് വരും അല്ലേ? ഇത് ഇങ്ങോട്ട് പോകും, ഇത് താഴോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മ്യൂ എഫ് ഇൻറ്റു RF. അപ്പോൾ ഇത് താഴോട്ട് പോകുന്നത് കൊണ്ട് മ്യൂ W ഇൻറ്റു RW നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഈ മാനിൻ്റെ വെയ്റ്റും ബ്രിക്കിൻ്റെ വെയ്റ്റും ഒരുമിച്ച് ആക്കി 750 + 50 125 kg എടുത്തു. ഈ എക്സിൻ്റെ പോയിൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഈക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. സമ്മേഷൻ ഓഫ് H = 0, സമ്മേഷൻ ഓഫ് V = 0, മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് = 0. അപ്പോൾ ആദ്യം H = 0 അപ്ലൈ ചെയ്യുക. ഹൊറിസോണ്ടൽ ഫോഴ്സസും റിയാക്ഷൻസും എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഏതാ വരുന്നത്? മ്യൂ എഫ് RFഉം ഇത് ഒരു ഹൊറിസോണ്ടലാണ്, RW ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മ്യൂ എഫ് RF - RW = 0. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. സമ്മേഷൻ ഓഫ് V = 0 ചെയ്യുമ്പോൾ RFഉം ഈ മ്യൂ W RW വരും, പ്ലസ് ഈ വെയ്റ്റ്സ് ഒക്കെ വരും അല്ലേ? അപ്പോൾ RF നമ്മൾ അപ്പ് പോസിറ്റീവും ഇത് ഡൗൺ അപ്പിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസും ഫോഴ്സും പോസിറ്റീവും, ഡൗൺവേർഡായിട്ട് വരുന്നത് നെഗറ്റീവായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ RF -125 kg ആണ്. അത് ന്യൂട്ടണിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 9.81 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. -800 ന്യൂട്ടൺ പ്ലസ് മ്യൂ W RW. ഓക്കെ, അപ്പോൾ ഇത് kg ആണ്. ഇത് ന്യൂട്ടണിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 9.81 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് RFൻ്റെ വാല്യൂ കിട്ടും. RF കിട്ടിയാൽ പിന്നെ RW നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ഷൻസ് ഓൺ ദ വാളും റിയാക്ഷൻ ഓൺ ദ ഫ്ലോറും കാൽക്കുലേറ്റ് ചെയ്തു. ഇത് മാത്രമല്ലല്ലോ നമുക്ക് ചോദിച്ചിരിക്കുന്നത്, അറ്റ് വാട്ട് പൊസിഷൻ വിൽ ഹി ഇൻഡ്യൂസ്ഡ് സ്ലിപ്പിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെൻറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൊമെൻറ്റ് അറ്റ് A = 0 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മൊമെൻറ്റ് അറ്റ് ദ പോയിന്റ് A = 0 എന്ന് എടുക്കുമ്പോൾ ഈ വെയ്റ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് 800 ഇൻറ്റു ഡിസ്റ്റൻസ് പ്ലസ് RW ഇൻറ്റു ഡിസ്റ്റൻസ് മ്യൂ W RW ഇൻറ്റു ഡിസ്റ്റൻസ് എല്ലാം വരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാ? അത് നോക്കിക്കേ, എന്തൊക്കെയാണ് വരുന്നത്? ഈ 125 kg ഇല്ലേ, kg ന്യൂട്ടണിലോട്ട് മാറ്റിയ വാല്യൂ ആണ് 1226.25. ഓക്കെ, ദിസ് വാല്യൂ ഇൻറ്റു ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാ? ഇതാണ് എക്സ്. എക്സിൻ്റെ ഈ പോയിന്റ് ഇതുവരെ ഉള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്തുവായിരിക്കും? cos 60 അല്ലേ? എക്സ് ഇൻറ്റു cos 60 ആണ്. അതുകൊണ്ടാണ് എക്സ് ഇൻറ്റു cos 60 എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്ലസ് 800 ഇൻറ്റു, ഇവിടെ ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്, സൈൻ കൺവെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് 800 ഇൻറ്റു ഇതുവരെ ഉള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇതുവരെ ഉള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഇതുവരെ ഉള്ളത് എത്രയാ? 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു cos 60. ഓക്കെ, പിന്നെ ഉള്ളത്
ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ്. അപ്പോൾ RW ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ്, RW ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ABൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും? ഇൻക്ലൈൻഡ് ഹൈറ്റ് 10 മീറ്റർ ആണ്. അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എന്തുവായിരിക്കും? ഈ തീറ്റന് ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, അപ്പോൾ 10 sin 60 ആയിരിക്കും, 10 sin 60. ഓക്കെ, മൈനസ് MW RW. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നെയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ മൈനസ് MW RW ഇൻറ്റു 10 ഇൻറ്റു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ cos 60 is equal to 0. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. 4.4 മീറ്ററിൽ അവന് സ്ലിപ്പാകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം. A semicircular area of 30 cm dia was added to a thin plate of 75 into 75. Okay, as shown in the figure. It is desired to maintain the centroid of the plate at the original point. Determine the width of the material shaded at the left to be added to achieve this. Okay, അതായത് ഒരു സെമി സർക്കുലർ ഏരിയ നമ്മുടെ നേരത്തെ ഉള്ള പ്ലേറ്റിനോട് അവർ അറ്റാച്ച് ചെയ്യുക. ആ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ 75 ഇൻറ്റു 75 ആണെന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ സെൻട്രോയിഡ് പോയിന്റ് മാറ്റാൻ പാടില്ല. ഈ നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവുക. അതിൻ്റെ വിത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിരിച്ച് നോക്കിയേ, ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഈ രണ്ട് പാർട്ടും സെയിം അല്ലേ? അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സിമെട്രിക്കൽ അബൌട്ട് x ആക്സിസ് ആണ്. അപ്പോൾ y bar is equal to 75 divided by 2 ആണ്. ഓക്കെ, സെൻട്രോയിഡ് ടു മെയിൻറ്റെയിൻ ദ ഒറിജിനൽ പോയിന്റ് എത്രയാ? നമ്മൾ സെൻട്രോയിഡിൻ്റെ പോയിന്റ് മാറ്റാൻ പാടില്ല. അപ്പോൾ ആൾറെഡി നേരത്തെ ഉള്ള സെൻട്രോയിഡ് ഏത് പോയിന്റിലായിരിക്കുന്നത്? 75 divided by 2. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് മാറ്റാൻ പാടില്ല. ഓക്കെ, എത്ര നിങ്ങൾ ആഡ് ചെയ്താലും സെമി സർക്കുലർ പ്ലേറ്റും ഇവിടെ ഒരു റെക്ടാങ്കുലർ പ്ലേറ്റും നിങ്ങൾ ആഡ് ചെയ്താലും നമ്മുടെ ഈ സെൻട്രോയിഡിൻ്റെ പോയിന്റ് 37.5 സെൻറ്റിമീറ്റർ നമുക്ക് മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ എന്തുവാ? x bar is equal to a1 x1 ഇതിൻ്റെ പ്ലസ് a2 x2 പ്ലസ് a3 x3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a1 a2 a3 x1 x2 x3. x ബാർ നമുക്ക് മാറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ആ വാല്യൂ 37.5 is equal to a1 എഴുതി, x1 75 divided by 2 ആണ്. a2 എന്തുവാ? 75 ഇൻറ്റു ബി ആണ്, ഇൻറ്റു x2 എന്തുവാ? 75 പ്ലസ് ബി ബൈ 2 ആണ്, പ്ലസ് a3 പൈ ആർ സ്ക്വയർ ബൈ 2 സെമി സർക്കുലർ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു x3. x3 എന്ന് പറയുന്നത് 4r ബൈ 3 പൈ ഡിവൈഡ് ബൈ a1 a2 a3. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിൻ്റെ വാല്യൂ ഇതുപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കിട്ടും. പിന്നെ നമ്മുടെ ഫോർമുലാവോ കാൽക്കുലേറ്ററിലെയോ നമ്മൾ ചെയ്യുമ്പോൾ ബിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 2 റൂട്ട്, അപ്പോൾ പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുത്താൽ മതി. അപ്പോൾ ബിൻ്റെ വാല്യൂ 3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മോഡ്യൂൾ നമുക്ക് നോക്കാം കേട്ടോ.